ഈ വീഡിയോ അല്പം നീണ്ടു നിൽക്കും. ഇതിൻ്റെ തമ്പിൽ കൊടുത്തിരിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. എന്താണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്? ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ അമേരിക്കയിലായ സമയത്ത് പലരും അർണബ് ഗോസ്വാമിയുടെ വീഡിയോ അയച്ചിരുന്നു. അപ്പം അർണബ് ഗോസ്വാമി ഇപ്പോഴായി ഈ പുല്ല് അറിയുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്തുവാണ്. ഈ സംഭവം എനിക്ക് 15-16 വർഷം കൊണ്ടറിയാം എന്താണ് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡീപ് സ്റ്റേറ്റിനെ പറ്റി പറയുക. ഒരു കാര്യം പറയാം, അർണബ് ഗോസ്വാമിക്ക് ഹാർഡ് കോർ ജേർണലിസം ചെയ്തുള്ള പരിചയമൊന്നുമില്ല. അദ്ദേഹം അമേരിക്കയിൽ പോയി ഡൽഹിയിൽ മൗണ്ട് കാർമൽ സ്കൂളിലാണ് അദ്ദേഹം സ്കൂളിങ് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ആർമി ഓഫീസറായിരുന്നു. മൗണ്ട് സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചത്, കൻ്റോൺമെൻറ്റ് ഏരിയയിൽ. അതിനുശേഷം ഗുവാഹട്ടിയിൽ കോളേജ് കഴിഞ്ഞ് ഡോൺ ബോസ്കോയിൽ പഠിച്ച ശേഷം പിന്നീടാണ് അമേരിക്കയിൽ പോയിട്ട് ഈ ജേർണലിസമൊക്കെ പഠിച്ചിട്ട് പിന്നെ ടെലഗ്രാഫ് പത്രത്തിൽ വരുന്നതും പിന്നീട് അദ്ദേഹം സ്ഥിരമായിട്ട് TV ആങ്കറാണ്. അല്ലാതെ ഈ ഗ്രൗണ്ടിൽ പോയിട്ടുള്ള ജേർണലിസം കോപ്പൊന്നും ഇവൻ ചെയ്തിട്ടില്ല. അതൊക്കെ തീർത്തും അങ്ങ് പറയാം. ഈ ഗ്രൗണ്ട് ജേർണലിസവും സ്റ്റുഡിയോ ജേർണലിസവും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഞാൻ മിടുക്കനാണെന്നുള്ളത് അതല്ല ഇതിൻ്റെ അത് പറയുന്നതിൻ്റെ രീതി. കാരണം ഇപ്പോഴാണ് ഗോസ്വാമി മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. ഇത് ഞാൻ 10-16 വർഷം മുമ്പ് മനസ്സിലാക്കിയിട്ട് പലരോടും പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ തെളിവില്ല. ഇതാണ് കാര്യം. കാരണം എന്താണ് ഓരോ കാര്യങ്ങൾ പറയുകയാണ്, അതിൻ്റെ ഇവൻറ്റുകൾ വെച്ചിട്ട് നിങ്ങളത് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. വീണ്ടും ഞാൻ പല ആവർത്തി പറഞ്ഞു, ഈ ഹെൻറി കിസഞ്ചറിൻ്റെ അതേപോലെ റോബർട്ട് ഗേറ്റ്സിൻ്റെ പല പുസ്തകങ്ങളുണ്ട്. അമേരിക്കൻ ജിയോ പൊളിറ്റിക്സും ചള്ളും ചവറെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പുസ്തകമുണ്ട്. അപ്പം അതിനകത്തൊരു 4-5 പുസ്തകം വായിച്ചാൽ പിടികിട്ടുന്ന സംഭവമാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്തുവാണെന്ന്. ഇപ്പം അർണബ് ഗോസ്വാമി സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുള്ളത് അമേരിക്ക അല്ല, ഇന്ത്യയാണ്. കാരണം ഇന്ത്യയിൽ അത്ര ജനസംഖ്യയുണ്ട്. ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് സംസ്കാരം സ്കൂളുകളിൽ കൊണ്ടുവന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കോപ്പിലെ വർത്താനമല്ല പറയേണ്ടത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ 25 വർഷം ഇന്ത്യയിലെ പകുതിയിലധികം ജനങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ആവർത്തി പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഹിന്ദിയുടെ ഒരു വാക്ക് പഠിക്കും, അടുത്ത ദിവസം വേറൊരു വാക്ക് പഠിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് 30 വാക്കുകൾ പഠിക്കാം, 2 മാസം കൊണ്ട് 60 വാക്കുകൾ പഠിക്കാം, 3 മാസം കൊണ്ട് 90 വാക്കുകൾ പഠിക്കാം, 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കുകയും എഴുതുകയും ചെയ്യും. ഇന്ത്യ എന്താ പ്രശ്നമുണ്ടായി നിങ്ങൾക്കറിയാമല്ലോ. തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ടായി, ബംഗാളിൽ പ്രശ്നമുണ്ടായി, BJP ഭരിക്കുന്ന കർണാടകയിൽ പ്രശ്നമുണ്ടായി, ആസാമിൽ പ്രശ്നമുണ്ടായി, നോർത്ത് ഈസ്റ്റിൽ പ്രശ്നമുണ്ടായി. പിടികിട്ടിയോ? പുല്ല് പറയുമ്പോൾ ആലോചിച്ച് പറയണം. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ സ്റ്റഡീഡാണ് ഈ ടോപ്പിക്ക്. അതായത് ഇന്ത്യയെ അടുത്ത 25 വർഷം കൊണ്ട് 50% മുകളിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യമാക്കി മാറ്റണം എന്നുള്ള അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആണ്. എതിർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? കാരണം വിവിധ ഭാഷയാണ്. ഇവിടെ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ആദ്യം ഒന്നാമത്തെ പോയിന്റാണ് ഞാനിത് പറയുന്നത്. ആദ്യം തലയ്ക്കകത്തിടുക. ഗോസ്വാമി ഇപ്പോഴാണ് ഈ വിഷയം മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്തത് ആരാണ്? ഈ നരേന്ദ്രമോദി 3ാമത്തെ ടൈം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. അയാളെ ആരാ ഉണ്ടാക്കി? അയാളെ ആരാ ബ്രാൻഡ് ചെയ്യുന്നത്? ഇതേപോലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. ഓരോ ഇവന്റുകൾ പറയാം. എന്ന് മുതലാണ് മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭ, അതായത് കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിസഭ അമേരിക്കയുമായിട്ട് ഉടക്കുണ്ടാവുന്നത്. 2ാം UPA സർക്കാരാണ് അമേരിക്കയായിട്ട് ഇഷ്യൂ ഉണ്ടാകുന്നത്. ആദ്യം തലയിലിടുക. എന്താണ് ഇഷ്യൂ? അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടാക്കുന്ന വില കൂടിയ പല മരുന്നുകളും ഇഞ്ചക്ഷനും ഇന്ത്യയിലെ പല കമ്പനികൾ ഫാർമ കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുക്കാൻ തുടങ്ങി. ഇത് 2012 ഇഷ്യൂ ഉണ്ടാകുന്നത്. ഭയങ്കര ഇഷ്യൂ ആയി.
അപ്പം അമേരിക്കൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട്, മൻമോഹൻ സിംഗ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, ഇവിടെ ശക്തമായ ഒരു ലോ കൊണ്ടുവരണം, അല്ലെങ്കിൽ അമേരിക്കൻ ഫാർമ കമ്പനികൾക്ക് പ്രശ്നമുണ്ടാകും. കാരണം ഇവിടെയുള്ള ഫാർമ കമ്പനികളും മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനികളും അവിടെയുള്ള സംഭവത്തിൻ്റെ കമ്പോണൻ്റ് എടുത്തിട്ട് ഈ സാധനം ഉണ്ടാക്കി ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടോ, ഇവിടെ മാത്രമല്ല പല രാജ്യങ്ങളോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അമേരിക്ക ഇടപെട്ടു. ഇനി അടുത്ത പ്രശ്നം, അതായത് അമേരിക്കൻ സോഫ്റ്റ്വെയർ ഇത് കോപ്പി ചെയ്ത് ഇന്ത്യയിൽ കച്ചവടം തുടങ്ങി. കാരണം നെഹ്റു പ്ലേസിലാണെങ്കിൽ ഇന്ത്യയുടെ മാർക്കറ്റിൽ പോകുമ്പോൾ സോഫ്റ്റ്വെയർ കച്ചവടം തുടങ്ങാൻ തുടങ്ങി. അതിൽ അമേരിക്ക കയറി പിടിച്ചു. അവർ പറഞ്ഞു ഇത് ശക്തമായ ആൻറ്റി പൈററ്റി ലോ കൊണ്ടുവരണം, അവിടെ ഉണ്ടാക്കുന്ന ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു. ഇത് രണ്ടും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അന്ന് തുടങ്ങിയ സംഭവമാണ്. എന്നാൽ കോൺഗ്രസിനെ മൻമോഹൻ സിംഗിനെ തകർക്കാം. ആലോചിക്കുക, 2013 ആദ്യമായിട്ട്, 2012 ആദ്യമായിട്ട് ലോകത്താദ്യമായിട്ട്, അതായത് ഷിക്കാഗോയിലെ ഇന്ത്യൻ അസോസിയേഷൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിന്ദു അസോസിയേഷനാണ് ഈ സംഭവം. അതുമായിട്ട് സ്വാമി വിവേകാനന്ദൻ്റെ കണക്റ്റഡ് ആണ്. അവരാണ് ആദ്യം ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ പേര് കോയിൻ ചെയ്യുന്നത്. ഡീപ് സ്റ്റേറ്റ്, അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. ആദ്യം മനസ്സിലാക്കുക, നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്, അതായത് മൻമോഹൻ സിംഗിനെ തുലയ്ക്കാൻ. പിന്നീട് ആലോചിക്കുക, ഗോവയിൽ വെച്ച് നടന്ന BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവിലാണ്. അത്രയും സമയം BJP ഒരിക്കലും പറയുന്നില്ല ആരായിരിക്കും അവരുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ്. കാരണം അവർക്ക് പ്രതീക്ഷയില്ല അവർ വരുമെന്ന്. പിന്നീടാണ് അവർക്ക് പ്രതീക്ഷ കൂടുന്നത്. മോദിയെ കൊണ്ടുവരികയാണ്. മനസ്സിലാക്കുക, 2014 ഇലക്ഷനിൽ നരേന്ദ്രമോദിക്ക് ക്യാമ്പയിൻ ചെയ്തത് ഏറ്റവും കൂടുതൽ പത്രങ്ങളിൽ കൂടല്ല, സോഷ്യൽ മീഡിയയാണ് ഉപയോഗിച്ചത്. സോഷ്യൽ മീഡിയയുടെ ബൂം ശരിക്കും കിട്ടിയ ഒരു ഇന്ത്യൻ ലീഡറാണ് അതിൽ കൂടിയാണ് നരേന്ദ്രമോദി സ്റ്റാർ ആകുന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആ സമയത്തൊക്കെ ഞാൻ കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പം ഇതിനെപ്പറ്റി കോൺഗ്രസിൻ്റെ പല സീനിയർ നേതാക്കളോടും ഞാൻ പറഞ്ഞു, അമേരിക്ക പണി തുടങ്ങി, മൻമോഹനെ എടുത്ത് കളഞ്ഞു, കോൺഗ്രസിനെ നാശമാക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി. അയാൾക്ക് തൂന്ത് പറയുന്നതിനും അന്ന് ഇങ്ങനെ കൈയും കാലും ഒക്കെ ചുരുട്ടി നടക്കുന്ന ഒരു പയ്യൻ. ഇത് കോൺഗ്രസിന്റെ ഡിപ്ലോമാറ്റ്സ് പോലും ഇതിനെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഡിപ്ലോമാറ്റിക് പോളിസി എടുക്കുന്നവർക്ക് പോലും ഇതിനെപ്പറ്റി പിടികിട്ടിയില്ല. പിന്നെ മൂന്നാമത്തെ ഇഷ്യൂ കയറി അടിക്കുന്നു. എന്താണ്? ഇന്ത്യൻ ഡിപ്ലോമാറ്റ്, അതായത് വാഷിങ്ടണിലുള്ള ഇന്ത്യൻ ഡിപ്ലോമാറ്റ്, ഒരു സ്ത്രീ, മഹാരാഷ്ട്രക്കാരി, അവരുടെ വീട്ടിലെ വേലക്കാരിയെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളതൊക്കെ ഗൂഗിൾ, ആ സ്ത്രീയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് അമേരിക്കൻ ഗവൺമെന്റിന്റെ സീനിയർ അറ്റോർണി, അതാരാ, ഗുജറാത്തിയായ ഒറിജിൻ, ഒരു പട്ടേല, അയാളാണ് ഇത് കേസ് ഫയൽ ചെയ്ത് മീഡിയയുടെ മുമ്പിൽ വരുന്നത്. എന്നിട്ട് തിരിച്ച റിട്ടാലിയേഷൻ സൽമാൻ ഖുർഷിദ്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, ചെയ്ത പരിപാടി എന്തോ, അമേരിക്കൻ എംബസിയുടെ ഡൽഹിയിലുള്ള അവരുടെ ഡൽഹി പോലീസിന്റെ സെക്യൂരിറ്റി വിഡ്രോ ചെയ്തു. അവന്മാർ ചൂടായി, ഇഷ്യൂ ആയി. പിന്നെ അവരെന്ത് വില കൊടുത്തും മോദിയെ, ഈ പറയുന്ന കോൺഗ്രസിനെ, മൻമോഹൻ സിംഗിനെ മാറ്റി. ഇതാണ് മോദിയെ സൃഷ്ടിച്ചെടുത്തത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്, മനസ്സിലാക്കുക. അല്ലാതെ മോദി BJPയുടെ നാച്ചുറൽ ചോയ്സ് അല്ല. BJPയുടെ നാച്ചുറൽ ചോയ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഏറ്റവും വലിയ കാൻഡിഡേറ്റ് LK അഡ്വാനി ആയിരുന്നു. അത് കഴിഞ്ഞ് നിതിൻ ഗഡ്കരി, നേരത്തെ BJPയുടെ നാഷണൽ പ്രസിഡന്റ്. ഇവരെയൊക്കെ മാറ്റിയിട്ടാണ് മോദി കയറി വരുന്നത്. അതായത് ഗുജറാത്തിലുള്ള ഗുജറാത്തി കമ്മ്യൂണിറ്റി അമേരിക്കയിൽ പ്രബലരാണ്. അമേരിക്കയുടെ ഏത് ഹൈവേയിൽ പോണ എല്ലാ മോട്ടൽസും ഹോട്ടൽസും ഇവരുടെ കയ്യിലാണ്. ഇവരെല്ലാം കൂടെ ഉണ്ടാക്കിയെടുത്ത് അവരിൽ കൂടെ ഉണ്ടാക്കി പെനട്രേറ്റ് ചെയ്തെടുത്ത കഥാപാത്രമാണ് നരേന്ദ്രമോദി. അവരുടെ കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ടാണ് ഒന്നാം മോദിയും രണ്ടാം മോദിയും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സംഭവം ഇല്ലേ, ഇന്ത്യയിലോട്ട് ഒഴുകുമല്ലായിരുന്നോ പണം, ഇൻവെസ്റ്റ്മെന്റ് ഒഴുകി, അവരുടെ ആളായി, അമേരിക്കയുടെ ആളായി, പ്രത്യേകിച്ച് ഗുജറാത്തി കമ്മ്യൂണിറ്റി. മനസ്സിലായ സംഭവം? അതായത് കോൺഗ്രസ് അതാണ്. ഇനി അടുത്ത ടോപ്പിക്ക്, ഇന്ദിരാഗാന്ധി ആരാണ് കൊന്നത്? ഇന്ദിരാഗാന്ധി ആരാണ് കൊന്നത്? ടോപ്പിക്, എൻ്റെ ചോദ്യമാണ്, ആരാണ് കൊന്നത്?
നിങ്ങൾ സത്വർ സിംഗ്, ബിയാൻ സിംഗ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ അങ്ങോട്ട് നിങ്ങൾ പോയി നോക്കിയോ? ഇന്ദിരാഗാന്ധി റഷ്യയുമായിട്ടുള്ള അടുപ്പം, ഇന്ദിരാഗാന്ധി അമേരിക്ക തള്ളിപ്പറഞ്ഞു, അവരെ തട്ടി. അത് അവരുടെ തന്നെ സെക്യൂരിറ്റി ഒഫീഷ്യൽസാണ് തട്ടുന്നത്. ഇതിനെപ്പറ്റി ആലോചിച്ച് നോക്കുക. റാം ജഠ്മലാനി എന്നോട് നേരിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്, കാരണം അയാൾ പണ്ട് പഴയ തെഹൽക്കയുടെ ലോയറായിരുന്നു, എന്നോട് അയാളുടെ വീട്ടിൽ വെച്ച് പറഞ്ഞത് ഉണ്ട്. സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അയാൾ പറയുക, അദ്ദേഹവും PS ലേക്ക്, അഡ്വക്കേറ്റ്സ് PS ലേക്കും കൂടെ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ, അമേരിക്കയുടെ പേര് പറയാൻ തുടങ്ങിയപ്പോൾ ആ ജഡ്ജസ് പറഞ്ഞു മിണ്ടണ്ടായി. എന്താണ് ജഡ്ജസ് പോലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന, അമേരിക്കയുടെ പേര് പറയാൻ മടിക്കുന്നതിൻ്റെ കാര്യം അറിയും. ഈ പറയുന്ന ഇന്ത്യൻ ജഡ്ജസിനും ഇന്ത്യൻ ടെക്നോക്രാറ്റ്സിനും ഇന്ത്യൻ ബ്യൂറോക്രാറ്റ്സും എല്ലാം പോയി പഠിക്കുന്ന അവിടെ. ഇതാണ് ഡീപ് സ്റ്റേറ്റ്. പിടി കിട്ടിയോ? ഇപ്പം ലോകത്തിലെ യൂണിവേഴ്സിറ്റി എടുക്കുക. അമേരിക്ക പോയി കഴിഞ്ഞാൽ അമേരിക്കയിലെ എല്ലാ സിറ്റികളിലും ഗ്ലോബൽ ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി അല്ല അമേരിക്കയിൽ. ഇന്നും ഓർമ്മയുള്ളൊരു കാര്യം ഞാൻ പറയാം. IIT ഒരു സീനിയർ പ്രൊഫസർ, അദ്ദേഹം ഗ്രീൻ പാർക്കിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എന്നോട് 10-12 വർഷം മുമ്പ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ എത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് തലകൾ ഉണ്ടാകുന്നു ഒമ്മരടിച്ചോണ്ട് പോകും. IIT ആണെങ്കിലും IIM ആണെങ്കിലും അവർക്കത് വ്യക്തമായി, അവരതിന് വലിയൊരു സെറ്റപ്പ് ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കാരണം. അതാണ് ഡീപ് സ്റ്റേറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അമേരിക്ക പ്രധാനപ്പെട്ട 10 കമ്പനികൾ. ഈ 10 കമ്പനിയിൽ 9 കമ്പനിയുടെ CEO ഇന്ത്യൻ ഒറിജിനാണ്. ഇന്ത്യയിലാണ് അവൻ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജും കഴിഞ്ഞ് അവിടെ പഠിക്കാൻ പോവുക. പിന്നീട് അവൻ തിരിച്ചു വരുന്നു. അതേപോലെ ഇന്ത്യയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള തലകൾ മുഴുവൻ അവിടെയാണ്. അവൻ്റെ നാസയാണെങ്കിലും അവൻ്റെ പല എയറോ ഏവിയേഷൻ ആണെങ്കിൽ എല്ലായിടത്തും ഇന്ത്യൻ ബ്രെയിനാണ്. ഇതാണ് ഡീപ് സ്റ്റേറ്റ്. മനസ്സിലായോ? ഇനി രാജീവ് ഗാന്ധിയുടെ സംഭവം എടുക്കുക. രാജീവ് ഗാന്ധി അമേരിക്കയായിട്ട് ടെക്നിക്കലി ഉടക്കായി. പിന്നീടുണ്ടായ സംഭവം നിങ്ങൾ കണ്ടു. അവിടെയും LTT വരെ പോകുന്നുള്ളൂ, അങ്ങോട്ട് പോകുന്നില്ല അന്വേഷണം. കാരണം ഇവിടെ ഒന്നും തെളിവില്ല. എന്താണ് സംഭവിച്ചത് ഇന്നും ആർക്കും അറിയത്തില്ല. ഒരു ഇലക്ഷൻ പ്രചരണമായിട്ട് പോകുന്നു തമിഴ്നാട്ടിൽ, അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുക. എവിടെ പോയി സംഭവം? ഇനി ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ ഓരോ തെളിവ് എടുത്തു തരാം. ശ്രീലങ്ക ചൈനയുമായിട്ട് കയറി അടുത്തു, എല്ലാവർക്കും അറിയാം. പിന്നീട് ശ്രീലങ്കയിൽ ഓപ്പറേഷൻ, ഡീപ് സ്റ്റേറ്റ് ഓപ്പറേഷൻ, ഇന്ത്യയും അമേരിക്കയും കൂടിയാണ് ശ്രീലങ്കൻ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നത്. അതിൽ ഇന്ത്യക്കും പങ്കുണ്ട്. മനസ്സിലായല്ലോ ഡീപ് സ്റ്റേറ്റ് എന്തുവാന്ന്? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ 1.5 മാസം, ഞാൻ ഈ പറയുന്നത്, പുട്ടിനെ പോയി കാണുന്നു. ഉക്രൈൻ റഷ്യൻ വാർ, പുട്ടിനെ പോയി കാണുന്നു. ഓരോ ഇവന്റുകൾ എടുക്കുക. എന്നിട്ട് അദ്ദേഹം പാകിസ്ഥാനിൽ വന്നിട്ട് അമേരിക്കയെ തെറിവിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇന്ത്യയെ ഭയങ്കരമായിട്ട് ആശ്ലേഷിച്ചു, ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞു. അമേരിക്കൻ തീരുമാനങ്ങൾ തള്ളി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. അതേപോലെ രാജ്യമാകണം പാകിസ്ഥാൻ. 1.5 മാസം കഴിഞ്ഞില്ല, ഇമ്രാൻഖാനെ അവിടുന്ന് പുറത്താക്കി. പാർലമെന്റിൽ നോ കോൺഫിഡൻസ് മോഷൻ. ഇമ്രാൻഖാൻ അവിടുത്തെ പട്ടാള മേധാവികളുടെ കാലെ പിടിച്ചു സപ്പോർട്ട് ചെയ്യാൻ. അവർ പറഞ്ഞു പറ്റില്ല. എന്നിട്ട് ഇമ്രാൻഖാൻ ജയിലിലാണ്. എടുക്കുക സിയാഹുളക്കിൻ്റെ കാര്യം. സിയാഹുളക്ക് അമേരിക്കയെ തള്ളിപ്പറഞ്ഞ് ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി പാകിസ്ഥാനെ. ഓർമ്മയുണ്ടല്ലോ സംഭവം? തട്ടിയോ അയാളെ? ഇന്നും എങ്ങനെ ആൾ തട്ടിപ്പോയെന്ന് ആർക്കും അറിയത്തില്ല. ഇത് പറയുമ്പം മനസ്സിലാക്കുക, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഈ സംഭവം. കാരണം അവരാണ് തീരുമാനിക്കുന്നത്. ആ ഡീപ് സ്റ്റേറ്റുമായിട്ട് കളിക്കാനൊന്നും ഇന്ത്യക്ക് പ്രായമായിട്ടില്ല. ഇനി ചൈന എടുക്കുക. ചൈനയിൽ 110 പേരാണ് സെൻട്രൽ കമ്മിറ്റിയിൽ. അതിൻ്റെ 28 പേര് അമേരിക്കയിലും യൂറോപ്പിലും പഠിച്ചവരാണ്. തീരുമാനം എടുക്കാൻ പറ്റുമോ? ചൈനയ്ക്ക് എന്ത് കുന്തം തീരുമാനം എടുക്കാൻ പറ്റും? കാരണം പാർട്ടിയല്ലേ തീരുമാനിക്കുന്നേ. ചൈനീസിന്റെ ബിഗ് ബിസിനസ്, അവരുടെ ബിസിനസ് എല്ലാം അമേരിക്കയിലാണ്. ഇവരുടെ മക്കളൊക്കെ പഠിക്കുന്ന അമേരിക്കയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? കാരണം കംപ്ലീറ്റ് വിലങ്ങുതടിയാണ്. ഇന്ത്യയിലെ ഇപ്പൊ ഡിഫൻസിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 18 വർഷം കൊണ്ടാണ് അമേരിക്കൻ എക്യുപ്മെന്റ്സ് നമ്മൾ മേടിക്കുന്നത്. ഇവിടുത്തെ ഡിഫൻസ് ഓഫീസേഴ്സ് നേരത്തെ മുതൽ അമേരിക്കൻ വാർ സ്കൂളുകളിൽ പോയി ട്രെയിനിങ് എടുത്തിട്ടാണ് വരുന്നത്. ഇവരുടെ ബന്ധുക്കള്, അവര് ഇവരൊക്കെ അവിടെ സെറ്റിൽഡ്. ഇവിടുത്തെ ജഡ്ജസ് എത്ര % അവരുടെ മക്കളും കൊച്ചുമക്കളും അമേരിക്കയിലുണ്ടെന്നൊക്കെ അറിയോ? ഇതൊക്കെ ഞാൻ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പിടികിട്ടുന്നതാണ്.
പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ബംഗ്ലാദേശ് മാത്രമൊന്നുമല്ല ഇഷ്യൂ. കാരണം അതാണ് ഞാൻ പറയുന്നത്, BJP ചിഹ്ന ഭിന്നമാക്കാനും മോദി ഒന്നും അല്ലാതാക്കാനും അമേരിക്കക്ക് കഴിയും. അങ്ങനൊരു രാജ്യമാണ്, അവരങ്ങനെയാണ് പിന്തുടരുന്നത്. അതാണ് ഡീപ് സ്റ്റേറ്റ്. കാരണം ലോകം അവൻ്റെ കൺട്രോളിലാണ്. ഇനി അറേബ്യൻ രാജ്യങ്ങളുടെ കാര്യം എടുക്കാം. ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞ, സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന അറേബ്യൻ രാജ്യം, ഇപ്പം കിങ് സൽമാനെ അവർ മാറ്റണമെന്ന് വെച്ചാൽ ഒറ്റയാഴ്ച കൊണ്ട് മാറ്റി വേറെ ഒരുത്തിനെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലെ, ഒരാളെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇയാളെ മാറ്റിയിട്ട് അടുത്തയാളെ വെക്കാൻ. അവൻ്റെ താല്പര്യം സംരക്ഷിച്ചോണം. അതേപോലെയാണ് അറേബ്യൻ രാജ്യങ്ങൾ പലയിടത്തും. ഇതാണ് പറയുന്നത് ഡീപ് സ്റ്റേറ്റ്. അവനാണ് ഭരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്തുകൊണ്ട് ഡിയാഗോ ഗ്രാഷ്യോയിൽ അവൻ്റെ ബേസ് ഉണ്ട്. ആലോചിച്ച് നോക്ക്, ഇനി പിടികിട്ടിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഇപ്പം ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ കൂടെ തൽക്കാലം പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന റഷ്യയുടെ അനാവശ്യമായിട്ട് കയറിപ്പോയി ഇന്ത്യൻ എക്കോണമി, ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. കാരണം നമുക്ക് അവരോട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാം. നമുക്കിനി 10, 100, 50 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സംഭവം നിങ്ങൾ പറയുന്നു, അമേരിക്കൻ താല്പര്യമാണ് ഇന്ത്യ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ താല്പര്യമാണ് അമേരിക്കയുടെ. എനിക്കറിയാവുന്ന വസ്തുത, വിക്കിലീക്സിൽ ഗൂഗിൾ അടിച്ച് നോക്കുക. കാരണം എനിക്കറിയാവുന്നൊരു കേസാണ്. കോട്ടയിൽ ഇമാനുവൽ മിഷൻ, അതായത് ഡോക്ടർ M.A. തോമസ്, അയാൾ പത്മശ്രീ കിട്ടിയ ആളാണ്. അപ്പം അയാളുടെ മകനെ ജയിലിലാക്കിയപ്പം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിക്കുന്നു. വിക്കിലീക്സിൻ്റെ അത് വന്ന സംഭവമാണ്. അയാളെ റിലീസ് ചെയ്യാൻ സിമ്പിൾ. ആലോചിച്ച് ഒരു വലിയ ഗ്രൂപ്പൊന്നും അല്ല, പക്ഷെ നേരിട്ട് വിളിച്ചു. അവൻ്റെ താല്പര്യമാണ്. അതാണ് ഈ ആന്ധ്രയിൽ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് ഈ മണിപ്പൂർ വിഷയത്തെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം. കാരണം അവർക്കറിയാം മണിപ്പൂരിൽ നടന്നത് വർഗീയതയല്ല, വംശീയതയാണ്. വർഗീയതയാണ്, ഇവാഞ്ചലിക്കൽ വർഗീയതയാണ്. അവൻ കയറി ഇടപെടും. ഇവർക്ക് ഈ പറയുന്ന പോലെ കാത്തലിക്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ്റെ ഡീപ് സ്റ്റേറ്റ് ആണ്. അവൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വലിയ താല്പര്യമാണ്. അതാണ് ആന്ധ്രയെ വളർത്തിയെടുത്തേക്കുന്നത്, തമിഴ്നാട് വളർത്തിയെടുത്തേക്കുന്നത്, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വളർത്തിയെടുത്തേക്ക് ഡീപ് സ്റ്റേറ്റ് ആണ്. ടച്ച് ചെയ്യാൻ പറ്റുമോ? ടച്ച് ചെയ്ത വിവരം അറിയും. ഇത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ A to Z, ഭാഷ, ലാംഗ്വേജ്, ഭക്ഷണം, എല്ലാത്തിലും അവനുണ്ട്. അതാണ് ഡീപ് സ്റ്റേറ്റ്. അതുകൊണ്ട് അവനോട് ഈ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും, അതാണ് ഞാൻ ആദ്യത്തെ ഒരു സംഭവം, അവനോട് സ്നേഹിച്ചാൽ അവൻ നക്കിക്കൊല്ലും, അവനോട് ഉടക്കിക്കഴിഞ്ഞാൽ അവൻ ഞെക്കിക്കൊല്ലും. ഇതാണ് അവൻ്റെ സ്ഥിതി. ഇത് അവന് വർഷങ്ങളായിട്ട് തുടരുന്ന സംഭവമാണ്. അമേരിക്കയോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ ഇന്ത്യ എവിടെ ആയിട്ടില്ല. നമ്മൾ എമേർജിങ് എക്കോണമിയാണ്. നമുക്കൊത്തിരി വളരാനുണ്ട്. ആ ഒരു ഡിപ്ലോമസിയിലാണ് ഇന്ത്യ അമേരിക്ക മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് വീഡിയോയുടെ കൺക്ലൂഡിങ് പാർട്ട്.